എല്ലാവർക്കും നമസ്തേ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഇത്രയും ആൾക്കാരെ ഇന്ന് ലൈവ് സെഷനിൽ കണ്ടതിനുകൊണ്ട് ഏറെ സന്തോഷം. അല്ലേ, കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ലൈവ് സെഷൻ ചിലപ്പോൾ എടുക്കാൻ സാധിച്ചെന്ന് വരുന്നില്ല, എന്നാലും മാക്സിമം ശ്രമിക്കാറുണ്ട്. നിങ്ങളൊക്കെ വന്ന് കാണുക. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് എന്നെ ക്ലാസ് എടുപ്പിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ വന്ന സമയത്തും ഈ ഓട്ടത്തിനിടയിൽ കൃത്യസമയത്ത് വീട്ടിൽ വരാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാവുന്നത് ഇത് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ മക്കളായാലും ഞാനായാലും ഭാര്യയായാലും ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളെ വീട്ടിൽ പോകാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ നേരെ ഈ സമയത്തിന് മുമ്പേ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ റെഡിയായി തയ്യാറായി നിൽക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള സന്തോഷം കൊണ്ടാണ്. അപ്പൊ അതിന് പകരം നിങ്ങൾ ആ ഒരു റിസൾട്ടും കൂടി ഉണ്ടാക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ മാത്രമാണ് ഇതിൽ, അല്ലെ, നമ്മൾ മാത്രമല്ല, ഇപ്പം യൂട്യൂബ് കാണുന്നവർക്കും നമ്മൾ ക്ലാസ്സിൽ വരാനിരിക്കുന്നവർക്കും വന്നവർക്കും ഒക്കെ ഒരുപാട് ആൾക്കാർ റിസൾട്ട് ഉണ്ടായി, എനിക്ക് എന്തുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ല എന്ന് ചോദ്യം അവർ സ്വയം ചോദിക്കണം. എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക? റിസൾട്ട് ഉണ്ടാവുക മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പറയുന്ന മെത്തേഡ്സുകൾ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഓരോ ആൾക്കും നമ്മുടെ ഓരോ മെഡിറ്റേഷൻ കഴിയുമ്പോഴും ഓരോ ക്ലാസ് കഴിയുമ്പോഴും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ കണ്ടത് ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് ഇതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ ജേണിയുടെ പ്രത്യേകത എങ്ങനെയാണ്, ഞാനിവിടെ പഠിപ്പിക്കുന്ന മനസ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ മനസ്സിനെ കൊണ്ടുപോയി ഒരു സ്വസ്ഥ തലത്തിലേക്ക്, അതിന് പറയുന്ന വാക്കാനാണ് സ്വസ്ഥ തലത്തിലേക്ക് എത്തിക്കുക. അതായത് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മീയമായ ഒരു മോക്ഷപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജേണി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഏകദേശം എത്തുമ്പോൾ സമയത്ത് പിന്നെ അനുഭവിക്കുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള നിശബ്ദതയാണ്. കുറച്ചും കൂടി നമ്മൾ ക്ലാസ്സിലേക്ക് മുമ്പേ വന്നവരാൾക്ക് സമ്പൂർണ്ണമായി നിശബ്ദതയിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്കിത് പറയാൻ പറ്റുന്നില്ല. കാരണം എന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ എങ്ങനെ ഇത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ആ യാത്രയിലേക്ക് പോകാൻ തയ്യാറായവര്. അപ്പൊ അവരൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്കൊന്ന് ഉൾപ്പെടുത്തി കൊടുക്കുക. അനുഭവങ്ങളുണ്ട്. ലൈവ് സെഷനിൽ വന്നപ്പോൾ, നമ്മുടെ ലൈവ് സെഷനിൽ വന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ കുടുംബത്തിൽ മൊത്തം വന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ അത് പലരും എന്നോട്, എനിക്ക് മനസ്സിലാവുന്ന, ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ക്ലാസ്സിൽ നിന്ന് പറയുന്നതിനേക്കാളും ഈ 1 to 1 ഒക്കെ എടുത്തിട്ട് ആൾക്കാർ വന്നിട്ട് മക്കൾ വന്ന് പറയുന്നുണ്ട്. അമ്മമാര് ആണ് ക്ലാസ്സിൽ പങ്കെടുത്തത്, മക്കളും ഭർത്താക്കന്മാരും വന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതിന് ശേഷം ഇങ്ങനെ മാറ്റമാണ് എൻ്റെ വീട്ടിൽ കണ്ടത്, എൻ്റെ അമ്മ ഇങ്ങനെ മാറിയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ഇങ്ങനെ അല്ലെങ്കിൽ മാറിയിട്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു മാറ്റമാണ് നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ അഭിപ്രായം, ഇന്നലെ നമ്മള് എന്താ പറയാ, നമ്മുടെ മിറാക്കിൾ മെഡിറ്റേഷൻ, നമ്മുടെ സാൾട്ട് കോയിൻ മെഡിറ്റേഷന്റെ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരോടും അൺമ്യൂട്ട് ചെയ്യുക. ആരാണോ ഫസ്റ്റ് പറയാൻ പറ്റുന്നത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. ആരാണ് ഫസ്റ്റ്? ഹാൻഡ് റൈസ് ചെയ്തോ. ഓക്കെ, ശില്പ സംസാരിക്കോ. ഹലോ സർ, കൊറേ കാലായി കണ്ടിട്ട്. കുറെ കാലമായി ഞാൻ കൊറേ നാളായിട്ട് ഇത് ഗ്രൂപ്പിൽ വരാറുണ്ടായിരുന്നില്ല. ശില്പയെ കണ്ട് മറന്നുപോയി. സാറിന്റെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഞാൻ ഏപ്രിലില് ഒരു ഭയങ്കര വിഷമാവസ്ഥയിൽ കയറിയതാണ്. അവിടെ നിന്ന് അങ്ങനെ ചേഞ്ചസ്, വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നു. പിന്നെ ആ ഹസ്ബൻഡ് കുറെ ബാധ്യതകള് ആള് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സാറിന്റെ ആയിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോ സാറ് മറ്റേ ഒരു ഇത് വെച്ചിട്ട് പെൻഡുലം വെച്ചിട്ട് ഞങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എന്നോട് അഫർമേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം ഇത്രയും ഇതിന് വിലക്ക് വിറ്റുപോകും എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ അതുപോലെ എഴുതി. മോഹവില കിട്ടി. മുഴുവൻ അതുകൊണ്ട് തീർന്നിട്ടില്ലെങ്കിലും ഒരു 2 കോടി എന്ന് പറയണത് വളരെ ഒരു വലിയ എമൗണ്ട് അല്ലേ. അതില് ഒരു പകുതിയെങ്കിലും തീർക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അത് കൊടുക്കാൻ പറ്റി. എന്നിരുന്നാലും കൊടുക്കാനുണ്ട്. അതിന്റെ ഇടയില് സാറിന്റെ ഒരു മോട്ടിവേഷൻ കൊണ്ടാ എന്തോ എനിക്ക് ഒരു ജോലി കിട്ടി. നല്ല സാലറി 30,000 ഒക്കെ. എനിക്ക് ടീച്ചർ ജോബിൽ നിന്ന് കിട്ടിയിരുന്നത് 8,000 രൂപയാണ്. പക്ഷെ ഞാൻ ടീച്ചർ ജോബ് ചൂസ് ചെയ്തില്ല, വേറെ ജോലിയിൽ കയറി.
അപ്പൊ ഒരു 30,000ഓളം എനിക്ക് കമ്മീഷൻ അടക്കം കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മാസം തികയ്ക്കാൻ പറ്റിയില്ല. 10 ദിവസം കൊണ്ട് ആ ജോലിയിൽ തുടരാനേ പറ്റുള്ളൂ. എനിക്കൊരു ആക്സിഡന്റ് പറ്റി ചുണ്ട് പൊട്ടി, പ്ലാസ്റ്റിക് സർജറി ചെയ്തു. കൈ ഓപ്പറേഷൻ കഴിഞ്ഞു, അവിടെ റോഡ് ഇട്ടു. പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ബന്ധുക്കള്, അതേപോലെ എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരെയും ദൈവതുല്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. കാരണം പലരും എന്നെ സഹായിക്കാൻ വന്നു. 1.5 ലക്ഷത്തോളം ആ ഒരു ഓപ്പറേഷനൊക്കെ കൂടി വന്നെങ്കിലും അന്നൊരു 10 പൈസ കയ്യിലുണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് ആ നിമിഷം നേരം കൊണ്ട് അന്നത്തെ ദിവസം ഒരു 20,000 രൂപ അപ്പൊ തന്നെ അടയ്ക്കേണ്ടി വന്നു. ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെങ്കിൽ അവര് പറഞ്ഞു ലൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പോയി, അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റ് സർജറി കഴിഞ്ഞത്. എന്നാലും തളർന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണു. ഇനി ഇതേപോലെ നോക്കിക്കൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും. എന്നാലും ഹസ്ബൻഡിന്റെ ജോലിക്ക് അവര് തിരിച്ചു വിളിച്ചു. അവര് അതില് നിക്കാൻ പറഞ്ഞു. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് സാറിനെ കണ്ടത്. അവിടുന്ന് ഞങ്ങൾ ടൂറിന്റെ കാര്യങ്ങൾ സാറിനോട് സംസാരിച്ചു. പോയി വരാൻ പറഞ്ഞു. സന്തോഷമായി പോയി വന്നു. മൂകാംബികയ്ക്ക് പോയി. അവിടെ ഇപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടുന്ന് അമ്പലങ്ങളിലേക്കുള്ള യാത്രകൾ തുടരുന്നുണ്ടെങ്കിലും സാറിന്റെ എന്തോ ഒരു അനുഗ്രഹം സാറിനെ കണ്ടതും ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നു. താങ്ക് യു സോ മച്ച് സർ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പൊതുവെ ആൾക്കാരെ, നിങ്ങളെ ഒരു പ്രാവശ്യം സംസാരിച്ച ആൾക്കാരെ ഇടയ്ക്കുന്ന സമയം കിട്ടുമ്പോൾ ഓർക്കാറുണ്ട്. ശില്പയുടെ കാര്യം ഞാൻ ഓർത്തത് അന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ സബ്ജക്ട്, വലിയ കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. വലിയ കാര്യം, ചെറുതായിട്ട് ഇങ്ങനെ അന്ന് നമ്മൾ പറഞ്ഞത് വീട് വിറ്റാലും തീരാവുന്ന വിഷയങ്ങൾ, സ്വത്ത് വിറ്റാലും തീരാവുന്ന വിഷയങ്ങളൊന്നും അല്ല നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. പക്ഷെ അവിടെയും പറഞ്ഞത് അതിന് കാരണവും എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഒരു കാരണം, ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ആ കാരണം അത്ര പെട്ടെന്ന് നമുക്ക് പുറത്തു കടക്കാൻ പറ്റുന്നതും അല്ല. അത് നമ്മൾ കണ്ടിരുന്നു, പെട്ടെന്ന് വെച്ച് നമ്മൾ പലതും കണ്ടതാണ്. പക്ഷെ അവിടെയുള്ള വിഷയം പറഞ്ഞത് നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകുക, അത്രയും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടേതല്ലാത്ത മറ്റു ഘടകങ്ങളൊക്കെ ഈ ലോകത്തുണ്ടല്ലോ. അപ്പൊ അതാണ് ഈ പറഞ്ഞത്, ജോലി പിന്നെയും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇല്ല, ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് മാത്രം എടുത്താൽ മതി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വണ്ടി ഓടിക്കാൻ കഴിഞ്ഞാൽ അപ്പൊ അവര് പറഞ്ഞു റിസൈൻ ചെയ്യേണ്ടി വന്നു എനിക്ക്. കാരണം റിസൈൻ ചെയ്യേണ്ട രക്ഷയില്ല, വേറെ ആൾക്കാരെ കയറ്റണ്ടേ. അപ്പോ റിസൈൻ ചെയ്യേണ്ടി വന്നു. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് ആക്സിഡന്റ് പറ്റിയാൽ എന്നെ ചുറ്റും താങ്ങി നിർത്താൻ കുറെ ബന്ധുക്കള് എല്ലാവരും, അതുപോലെ പിണങ്ങി നിന്നവരും പിണങ്ങി വന്നു. എന്റെ ഒരു അവസ്ഥയും എന്റെ ഒരു ഫേസും എല്ലാം കണ്ടപ്പോ പിണങ്ങി. ഞാൻ പൊതുവെ ആരോടും പിണങ്ങാറില്ലെങ്കിലും അവര് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിൽ പിണങ്ങിയെങ്കിലും അവര് വന്ന് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. അങ്ങനെയൊക്കെ ഉണ്ടായി. ഓരോന്നിനും ഓരോ സമയം ഉണ്ടായിരുന്നു. മാറ്റം ഉണ്ടാവും നമ്മളിത് പറഞ്ഞതാണ്. ഇനിയും മാറ്റം ഉണ്ടാവും. തുടരുക, ഇതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ഭർത്താവിനോടും കുറച്ച് മാറ്റത്തിന് വേണ്ടി ഇനിയും കുറച്ചും കൂടി സമയമുണ്ട്. അതിനുവേണ്ടി മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കുക. പഴയ രീതികളൊക്കെ വിട്ടിട്ട് പുതിയ രീതിയിലേക്ക് മാറുക. അപ്പൊ മാറ്റം ഉണ്ടാവും കേട്ടോ. താങ്ക് യു സർ. സന്തോഷം. താങ്ക് യു. അടുത്ത ആരാളെ ഉണ്ടോ? നമസ്തേ സാർ. ഞാന് ഇപ്പം 2024 ഡിസംബറിലാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ടുള്ള ഒരു ജേണി എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാർ. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഭയങ്കര സമാധാനം. കാരണം എനിക്കിപ്പോൾ ഒന്നും വലിയ ടെൻഷനില്ല. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല എന്നൊരു ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും അങ്ങനെ നെഗറ്റീവ് മാത്രമുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെയെന്നുള്ള. സാറിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ ആ സമയത്ത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഇനി വേണ്ട എന്നൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സാറിൻ്റെ വീഡിയോ കാണുന്നതും സാറിനെ വിളിക്കുന്നതൊക്കെ. സാർ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞാൻ മാത്രമല്ല സാർ, എൻ്റെ ഫാമിലി അതുമല്ലേ. കാരണം എൻ്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഞാൻ തുടങ്ങി. ഞാൻ സാറ് പറഞ്ഞ രീതിയിൽ ഞാനത് ചെയ്തു തുടങ്ങിയപ്പോൾ അതെനിക്ക് ഓരോന്നോരോന്ന് എനിക്ക് ലഭിച്ചു തുടങ്ങി. അതിലെ ഏറ്റവും വലിയ കാര്യമായിരുന്നു എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളത്. 28 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് അത് എന്താന്നല്ല സാർ, അതാരും വരുന്നില്ല. പിന്നെ സാറ് പറഞ്ഞെന്ന രീതിയിൽ ഞാൻ പോയി, ഞാൻ എഴുതിയ സെറ്റ് ചെയ്ത അതേപോലെ ആ വിലയ്ക്ക് ആ പ്രോപ്പർട്ടി പോയി. അതിനുശേഷമായിരുന്നു എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ വീട് മേടിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും നടക്കില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ സെറ്റ് ചെയ്തതും ഞാൻ പറഞ്ഞതുപോലും ആ വിലയ്ക്ക് ഞാനത് മേടിച്ചു. അത് നടന്നു. അതിനകത്ത് അത് മാത്രമല്ല സാർ, ഞാൻ എങ്ങനെയാണോ ആ വീട് ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ സ്വപ്നം കണ്ടത് അതുപോലെ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അത് പല ചെറിയ ചെറിയ കാര്യങ്ങൾ മുതലുള്ളത് എല്ലാം എനിക്ക് നടന്നു.
അത് ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ലൈഫിൽ, അതായത് ഞാൻ എന്തിനെങ്കിലും പോകുമ്പോൾ വളരെ സ്മൂത്തായിട്ട്, എനിക്ക് ടെൻഷനില്ല. എനിക്ക് എനിക്ക് എന്നിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് കൂടി എന്നുള്ളതാണ്. എന്തിനും എനിക്കൊരു എനിക്ക് പറ്റും, എൻ്റെ ജീവിതത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിലാണ് മാറ്റങ്ങളും എല്ലാം. അത് എൻ്റെ ഫാമിലിയെ കൂടെ അത് ബാധിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട്, എൻ്റെ മോള് പറയും, എൻ്റെ ഹസ്ബൻഡ്, നിനക്ക് ഭയങ്കര മാറ്റം. എന്നിൽ വന്ന മാറ്റം എൻ്റെ ഫാമിലിയിൽ മൊത്തം വന്നു എന്നുള്ളതാണ് സാർ. അതാണ് സാർ ഞാൻ ചെയ്തത്. എന്തൊക്കെയാണോ സാർ എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അതുപോലെ ഞാൻ ചെയ്തു. പിന്നെ ഡെയിലി പ്രാക്ടീസ് ആണ് സാർ പറയുന്നത്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി നന്ദി സാർ. കൂടുതലൊന്നും പറയാൻ എപ്പോഴും നന്ദി തന്നെ. ഓരോ സാറിൻ്റെ ഓരോ കോഴ്സ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നിഷ സിംഗ് വരുമ്പോഴുള്ള അവസ്ഥയിൽ നിന്നും അത് പ്രാക്ടീസിലൂടെ ഓരോന്ന് മാറ്റിയെടുത്തതിന് അപ്പുറത്തേക്ക് ഒരു പ്രാക്ടീസ് പോലും ഞാൻ ഇതുവരെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പ്രാക്ടീസ് പോലും ഒഴിവാക്കാത്ത ഒരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ നിഷയാണ്. ഒരു പ്രാക്ടീസ് പോലും നിഷ എല്ലാ ക്ലാസ്, ഇവൻ നമ്മുടെ ട്രസ്റ്റിലെ മെമ്പർ അടക്കമാണ്, നമ്മൾ ട്രസ്റ്റിലെ എക്സിക്യൂട്ടീവ് ആയിട്ട് നിൽക്കുന്നതാണ്, എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിഷയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്താണ്, നിഷയിൽ ഈ ചേഞ്ചസ് എല്ലാം നമ്മൾ കണ്ടതാണ് എക്സ്പെക്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളുടെ ആ ഒരു വോയിസ് ഉണ്ടായത്. അവൾ ജോലി ചെയ്യുന്നത് അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം വിളിച്ചു, സംസാരിച്ചു. അവൾ അന്ന് പറഞ്ഞത് അങ്ങനെ ഓക്കെ ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് അവൾ പോയെങ്കിലും അവളുടെ മനസ്സിലത് സെറ്റായിട്ടുണ്ടായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. പക്ഷെ അവൾ ആ ഒറ്റ നമ്മുടെ ഒരു പ്രാവശ്യത്തെ ആ ഒരു ഇതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തതൊക്കെ അവൾ അതേ മാക്സിമം നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം ഒരു ദിവസം അവളൊരു സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യം പറഞ്ഞു അല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവൾ അത്രയും ആത്മാർത്ഥമായിട്ട് അമ്മക്ക് റിസൾട്ട് വന്നത് എനിക്ക് ഫലിക്കുമെന്ന് ഒറ്റ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരു 1-to-1 മാത്രമേ എടുത്തിട്ടുള്ളൂ. അന്ന് അവൾ വിശ്വസിക്കുന്നു അതിന്റെ റിസൾട്ട്. അവള് ഇപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിച്ചത്, നിങ്ങൾ നിഷയോ ഞാനോ വിചാരിച്ചിട്ടില്ല അവൾ എത്ര ആ കമ്പനിയിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ തുടരുമെന്ന് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. പക്ഷെ അവൾ തുടർന്നു. ആ കമ്പനി ഇപ്പൊ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. ഓക്കെ, ചെറിയ ജോബ് ഇഷ്യൂസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഉണ്ടായില്ലെങ്കിൽ ലൈഫിൽ എന്താ അർത്ഥം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മിറാക്കിൾ പോലെ മാറി വരുന്നത് കാണുമ്പോൾ രസമല്ലേ. ഇപ്പൊ ഉദ്ദേശിച്ച വീട് എല്ലാം കിട്ടിയത് വളരെ സന്തോഷമാണ്. കാരണം അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതിൽ ഏറ്റവും എളുപ്പത്തിൽ വളരെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം, സമാധാനം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ എല്ലാം ലഭിക്കുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് നേടേണ്ടതുള്ളൂ. അത് തന്നെയാണ് നമ്മൾ നേടേണ്ടത്. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇത് നിഷാ സിംഗിന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ 1, 2, 3, 4 പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം പറയേണ്ട അത്രയും ഉണ്ടാവും. അത്രയും ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എടുക്കേണ്ടി വരും പല സന്ദർഭങ്ങളും. എന്നാൽ സന്തോഷം, ഇങ്ങനെ ആവട്ടെ. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്, ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് നമുക്ക് പറയാം. അത് മാറ്റം ഞാനും ഉണ്ടാക്കി, നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. താങ്ക് യു. അടുത്ത വീണ്ടും നമുക്ക് ആതിരയിലേക്ക് പോവാം. താങ്ക് യു വെരി മച്ച് നിഷ. ആതിര വന്നോ ഇവിടെ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിഫാപ്പി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഒരു നല്ല ദിവസം അനുഗ്രഹിച്ച പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഞാൻ സാറിനെ കുറിച്ച് പറയുന്നത്. സാറിന്റെ ക്ലാസ്സുകളിൽ ഞാൻ 2024 നവംബറിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ആദ്യം തന്നെ ഞാൻ മെഡിറ്റേഷനിലാണ് ഫസ്റ്റ് വരുന്നത്. മെഡിറ്റേഷനിലെ ചെറിയ മാറ്റങ്ങൾ എനിക്ക് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ സാറിന്റെ മറ്റ് കോഴ്സുകളിലേക്ക് എനിക്ക് എടുക്കണമെന്ന് തോന്നുകയും അങ്ങനെ ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രം പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്. അന്ന് പക്ഷേ കൂടുതൽ സാറിനെ അടുത്തറിയാനോ ഒന്നും എനിക്ക് സാധിച്ചില്ലായിരുന്നു. പിന്നെ സാറിന്റെ കോഴ്സുകൾ എടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴും എന്നെ വന്ന മാറ്റം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയും പിന്നെ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കൊച്ചി പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് എനിക്ക് പ്രാണ സ്റ്റോൺ എനിക്ക് കിട്ടിയത്. പ്രാണ സ്റ്റോൺ എനിക്ക് നല്ലൊരു എനർജി തന്നെയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സാറിന്റെ പ്രാണ സ്റ്റോൺ തന്നെ ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങുകയുണ്ടായി. അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മിറാക്കിൾസ് തന്നെയാണ്. എനിക്ക് ആരോഗ്യപരമായ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതൊക്കെ എനിക്ക് ഓവർകം ചെയ്തുകൊണ്ട്
ഇപ്പോൾ സാറിന്റെ ഓരോ ക്ലാസ് ഇപ്പൊ ഞാൻ പ്രീമിയം മെമ്പർഷിപ്പ് സാറിന്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സാർ എപ്പോഴും പറയുന്ന കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് ഏത് മേഖലയിലാണോ എനിക്കെന്നെ മാറ്റപ്പെടുത്തണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അതിന് തക്കതായ ഒരു ക്ലാസ് തന്നെയാണ് സാർ വീണ്ടും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ വന്നപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പിൽ കുറച്ച് എനിക്കൊന്ന് എന്നെ മാറ്റണം എന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ സാറിന്റെ റിലേഷൻ മാസ്റ്ററിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഓരോരോ ക്ലാസ്സുകളിൽ വന്നതോടെ ജീവിതത്തിൽ ആകെ ഒരു നല്ലൊരു മിറാക്കിൾസ് തന്നെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്നലെ നടന്ന സാൾട്ട് ആൻഡ് കോയിൻ മെഡിറ്റേഷന്റെ ഞാനത് ഒരു ഉദ്ദേശം വെച്ച് എഴുതിയതാണ്. ഏത് രീതിയിലൊന്നും പ്രത്യേകിച്ച് നോട്ടിഫൈ ചെയ്തില്ല. എനിക്ക് അത്യാവശ്യമായി എന്നൊരു എമൗണ്ട് എനിക്ക് വേണമായിരുന്നു. 1 lakhന്റെ ഒരു എമൗണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഏത് വഴി എനിക്ക് പ്രപഞ്ചശക്തി കൊണ്ട് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അത് എഴുതി വെച്ചിരുന്നു. പക്ഷെ മിറാക്കിൾസ് സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ എന്റെ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഫസ്റ്റ് ഞെറുക്കേണ്ട എനിക്ക് വീഴുകയും ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ സാറിനത് ഷെയർ ചെയ്തു. സാറിന് ഷെയർ ചെയ്ത ശേഷമാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് ആ വോയിസ് ഇട്ടത്. അപ്പൊ നമുക്ക് മിറാക്കിൾസ് റിസൾട്ടുകൾ കിട്ടണമെങ്കിൽ സാറ് പറയുന്ന ഓരോ ടെക്നിക്കുകളും നമ്മൾ അതിൻ്റെതായ വൈബ്രേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ മാറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു നല്ല റിസൾട്ടുകളാണെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സാറിന്റെ കൂടെ തന്നെയാണ് എന്റെ ജേർണി ഇനി അങ്ങോട്ടും. ഇപ്പൊ ഹാപ്പിനെസ് മാസ്റ്ററി അതിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹാപ്പിനെസ് ചാരിറ്റിയിൽ എനിക്ക് ചേരാൻ സാധിച്ചത് തന്നെ വലിയൊരു എന്റെ ജീവിതത്തിന്റെ പുണ്യമായി ഞാൻ കാണുന്നു. ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഞാൻ അതില് സാറിനോടൊപ്പം, കാരണം ഞാൻ ബിസിയുള്ള ആളാണെങ്കിൽ കൂടി സാർ ഇത്രയും ബിസിയുള്ള ഒരാള് നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തരികയും അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അതിനൊരു അമാന്തം കൊടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇത്രയും ബിസിയുള്ള സാറ് നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നമുക്കുള്ള ബിസിയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സാറിന്റെ വീണ്ടും ക്ലാസ്സുകളിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് തോന്നിയതും പ്രീമിയം മെമ്പർഷിപ്പ് ഞാൻ എടുത്തതും പ്രാക്ടീസുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നത്. താങ്ക് യു. അതിനെപ്പറ്റി 2 വാക്ക് പറയേണ്ടി വരും. കാരണം ആദ്യം പരിചയപ്പെടുമ്പോൾ നമുക്ക് ആദ്യം തിരുവനന്തപുരം പ്രോഗ്രാമിൽ നമുക്ക് അങ്ങനെ എല്ലാവരെയും കൂടുതൽ കുറെ ആൾക്കാർ അന്ന് 200ഓളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പരിചയപ്പെടാൻ പറ്റില്ല. അതിനുശേഷമാണ് എന്റെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു വന്നത്. അപ്പോഴാണ് കൂടുതൽ നമുക്ക് മണിയെ പറ്റി പഠിക്കാനും കാര്യങ്ങൾ വന്നത്. അതിനുശേഷം അതിലെ ടീച്ചറാണ് കേട്ടോ, ട്യൂഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അതിനുശേഷമാണ് അവിടെ ഗണ്യമായിട്ടുള്ള മാറ്റം, അല്ലെ കുറെ മുമ്പേ ഗണ്യമായ മാറ്റം ഉണ്ടാവുകയും സാമ്പത്തികപരമായിട്ട് നല്ല മാറ്റം ഉണ്ടാവുകയും സംഭവിച്ചു. അതിനുശേഷം പിന്നെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് നന്നായിട്ട് തന്നെ എല്ലാ കോഴ്സുകളും പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാം കൃത്യമായി പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ടീച്ചർ എന്ന രീതിയിൽ ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, കൺസിസ്റ്റൻസി അത് ഒരു ദിവസം പോലും ഇന്നേ വരെ ഈ 1.5 വർഷക്കാലത്തിനകത്ത് ഒരു ദിവസം പോലും ടീച്ചർ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്രയും റിസൾട്ട്, കാരണം ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടീച്ചർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അവരെല്ലാം അതിനകത്ത് റിസൾട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് ഹാപ്പിനെസ് മാസ്റ്റർ ട്വിങ്കിൾസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമുക്ക് അങ്ങനെ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന മാത്രമായിട്ടൊരു വിങ് ഉണ്ട്. അത് ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ്. നമ്മുടെ ഹാപ്പിനെസ് ട്രസ്റ്റിന്റെ അണ്ടറിലാണ് ഹാപ്പിനെസ് ട്വിങ്കിൾസ് എന്ന ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഹാപ്പിനെസ് ട്രസ്റ്റിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് അതൊരു ടീച്ചർ. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം, കാരണം എല്ലാവർക്കും എന്താ പറയാ, ഇതൊക്കെ ഒരു മാതൃകയായിട്ട് മാറണം. കാരണം ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ആദ്യം എൻ്റെ മുമ്പിൽ വന്നത്. കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അല്ലെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ്, പക്ഷെ ശാരീരികമായിട്ട് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന സമയത്താണ്. അതൊക്കെ നമുക്ക് നമ്മുടെ പ്രാണാസ്റ്റോൺ കൊണ്ട് ഒരുപാട് എനർജി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ പോയിന്റാണ്, ഞാൻ ഈ പ്രായത്തിൽ ഇത്രയും എനർജി നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരു തരത്തിൽ വിഷയങ്ങളൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും അതിന് എനിക്കിവിടെ ഒപ്പത്തിനൊപ്പം ഉണ്ടെന്നായിരുന്നു. ഞാൻ എവിടെയൊക്കെ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുള്ളത്. അപ്പൊ അത് ഏറെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അപ്പോ ഞാൻ കാണിച്ചു തരുന്ന മാതൃക പലർക്കും ഉപകാരപ്രദമാവുന്നുവെങ്കിൽ ഞാൻ അടുത്ത തലത്തിലേക്കും കൂടി എന്നെ കൊണ്ടുപോകാൻ ഓരോ തയ്യാറാണ്. അപ്പൊ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്നുള്ള സന്തോഷം. ഒരുപാട് ആൾക്കാരെ കൂടി ലൈവ് കാണുന്നൊരു സന്തോഷം. അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ടൈപ്പ് ചെയ്തു, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം. ഓൾവേസ് യു ആർ വെൽക്കം, ഓൾവേസ് വെൽക്കം. അടുത്ത ആള് ആരാണ് സംസാരിക്കാനുള്ളത്? സംസാരിച്ചോളൂ, വരൂ. നമുക്ക് ബീനയെ സംസാരിക്കാം. ബീന പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യട്ടെ ബീന, ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യട്ടെ, നോക്കട്ടെ, പറഞ്ഞേ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ബീന. സാറേ, എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്.
കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് ഞാൻ പങ്കെടുത്തായിരുന്നു. അപ്പൊ സാർ എന്നോട് പറഞ്ഞായിരുന്നു എല്ലാ ക്ലാസ്സും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം, വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുന്നേക്കണം, നിങ്ങൾ പ്രപഞ്ചത്തിനോട് കൊടുക്കുന്ന വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇന്നത്തെ ദിവസം ഇത്തിരി താമസിച്ചു പോയി. അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തിയോ, പ്രപഞ്ചത്തിനോട് പറഞ്ഞ വാക്കാണല്ലോ, അപ്പൊ തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ എനിക്ക് പകലായപ്പോഴത്തേനെ കീബോർഡ് പിടിച്ച് വലിക്കുന്ന പോലെ എനിക്ക് തോന്നി, അങ്ങ് അലസതയെ. പിന്നെ ഞാൻ ഓർത്തത് പറ്റില്ല, മുന്നോട്ട് തന്നെ പോകണം, കണ്ടിന്യൂ ചെയ്യണം എന്നോർത്ത് ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് ഇപ്പം കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ധ്യാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാനം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ ക്ലാസ്സിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതിപ്പം എനിക്ക് ഞാൻ ചേരും. പക്ഷെ ഇപ്പൊ എനിക്ക് സാറിന്റെ കൊല്ലം പ്രോഗ്രാമിന് പങ്കെടുക്കണം. അതാണ് എനിക്ക് ലക്ഷ്യം. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് സാവകാശം വിട്ട് ഞാൻ അതിന് ചേരും. എനിക്ക് കണ്ടിന്യൂ ഇപ്പൊ എല്ലാവരുടെയും സക്സസ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും അതിയായിട്ട് ആഗ്രഹമുണ്ട് ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെ. ഞാൻ പോകും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. എനിക്ക് ആദ്യമേ മാറ്റമൊക്കെ സംഭവിച്ചായിരുന്നു, അത് ഞാൻ പിന്നെ പുറകോട്ട് ഡള്ളായിപ്പോയി. വീണ്ടും ഞാൻ മുന്നോട്ട് തന്നെ വരികയാണ്. അതിലൊക്കെ ഉപരി മനസ്സിന്റെ, നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഒന്നും അല്ലാതാക്കുന്നതെന്നുള്ള കാര്യം ബോധ്യമാക്കി തന്നു. അതിലൂടെ എൻ്റെ മനസ്സിന്റെ ചിന്തകളെല്ലാം മാറ്റിയപ്പോൾ എനിക്ക് സാറിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. കാരണം അന്നൊക്കെ ആദ്യമൊക്കെ നമുക്ക് ഈ പ്രോഗ്രാം വന്നപ്പോൾ എനിക്ക് ചേരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിലോട്ട് ഞാൻ കൂടുതൽ ഇത് കൊടുത്തില്ല, ആഗ്രഹം കൊടുത്തില്ല. പിന്നെ എൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞപ്പോഴത്തേന് വീണ്ടും എൻ്റെ ചിന്തയാ സാറ് പിന്നെയും പറഞ്ഞു, ബീന ചിന്തിക്കുന്നത് എന്തോ അന്ന് എന്നെ ബോധ്യപ്പെടുത്തി. 3-4 പ്രാവശ്യം ഞാൻ സാറിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അത് തന്നെ ആവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ ആ മാറ്റം വരുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതിലൂടെ മാറ്റം വരുത്തിക്കൊണ്ട് വന്ന സമയത്താണ് എനിക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് വരാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതിയായ സന്തോഷം. എനിക്ക് എൻ്റെ കുഞ്ഞിനും പങ്കെടുക്കാൻ പറ്റുന്നതിന് ഞാൻ ദൈവത്തിനോട്, സാറിനോട്, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, എനിക്ക് ഈ ഒരു അവസരം തന്നതിന് തന്നെ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ല എങ്കിൽ പോലും എനിക്കത് പങ്കെടുക്കാനുള്ള അവസരം ദൈവം തരുന്നു. അപ്പൊ എൻ്റെ ചിന്തകൾ മാറിയത് കൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിന് മുന്നോട്ട് വീണ്ടും സാറിന്റെ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. അതിന് സാറിന്റെ അനുഗ്രഹം തരണം. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാം. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പറയാനുള്ളത്, നിങ്ങളോ മാറാൻ തീരുമാനിച്ചപ്പോ തന്നെ പറയാം, എനിക്ക് നിങ്ങളെ മോളെ കൂടി ഒന്ന് നല്ല സ്മാർട്ട് ആയിക്കൊണ്ട്, അവിടെ സ്മാർട്ട് കുട്ടിയാണ്. എനിക്ക് ആന്ന് സാറേ, ഞാൻ സാറിനോട് പറയാനിരുന്നു, അത് പറയാനാ ഞാൻ ഇത് സത്യത്തിൽ കൈ കാണിച്ചത്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയേണ്ട സമയത്ത് നെഗറ്റീവ് പറയുന്ന മോശമാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ കുഞ്ഞ് ആകെ ഡള്ളായിട്ട് പുറകോട്ട് വരുക. അവക്ക് എന്തൊക്കെയോ സാറിനോട് പറയണമെന്നുണ്ട്, പക്ഷെ അവക്ക് ഈ സദസ്സിൽ പറയാൻ ഒരു മടി. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ സാറിനെ കൊണ്ട് നേരിട്ട് പറഞ്ഞ് സാറിനെ കൊണ്ട് തലയിൽ വെച്ച് അനുഗ്രഹം മേടിക്കാം, അപ്പൊ മോന്റെ വിഷമം എല്ലാം പോകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവക്കാന്നപ്പോ അതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. നമ്മള് എല്ലാം നല്ല ഇതായിട്ട് വന്നായിരുന്നു, പക്ഷെ എന്റെ കുഞ്ഞിപ്പോ ഒത്തിരി പുറകോട്ട് പോകുന്നു. എനിക്ക് ഭയമാകുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്രമേഷം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ച് മകളെ കാര്യം പറഞ്ഞത്. നോട്ട് വറി, ഞാൻ സൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഏതായാലും കൊല്ലത്ത് വരുമ്പോൾ അവളെ കൂട്ടിട്ട് വരണേ. ഞാൻ പ്രസീതോട് പറയാം, കൊല്ലത്ത് വരുമ്പോൾ അവളെ കൂട്ടിട്ട് വരാം. പ്രസീതോട് ഞാൻ പറയാം, ടിക്കറ്റ് ബുക്കിങ്ങിന്റെ കാര്യം പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, തീരുമാനിച്ചല്ലോ, മാറാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. ഇനി പിറകോട്ട് പോവില്ലെന്ന് ഉറപ്പാണല്ലോ, എനിക്ക് തന്ന വാക്കല്ലേ? നാളെ രാവിലെ മുതൽ യോഗ മെഡിറ്റേഷൻ രാവിലേക്ക് ജോയിൻ ചെയ്തോ. ഇപ്പൊ പ്രസീത നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യോ കേട്ടോ. എന്റെ വക ഫ്രീ കേട്ടോ. പക്ഷെ എന്നോട് പറഞ്ഞ പ്രോമിസ് ഒരു കാരണവശാൽ അമ്മയും മോളും മിസ്സാക്കരുത്. ഇല്ല, മിസ്സാക്കത്തില്ല. ഓക്കെ, നാളെ മുതൽ പ്രസീത ഇവരൊന്ന് ആഡ് ചെയ്തേക്കണേ യോഗ മെഡിറ്റേഷനിൽ. പൈസ ഞാൻ അവിടെ കൊടുത്തിട്ട് സാറൊന്ന് പറയാം. മ്യൂട്ട് ചെയ്യും. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്.
ആരാ? ഒരു സെക്കൻഡ്, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്, ആവശ്യമില്ലാത്തവരും മ്യൂട്ട് ചെയ്ത് എല്ലാവരും. അതിന് വീണ്ടും വീണ സംസാരിച്ചോ, വീണ പറ. സാറേ ഞാൻ ഡെമോടെ കൊടുക്കാം. ഇപ്പൊ ലൈവ് ആയതുകൊണ്ടല്ല, ഇപ്പൊ വേണ്ട. വേണ്ട. ഓക്കെ ഓക്കെ. ഇപ്പൊ ലൈവ് ഇത്ര ആൾക്കാരുണ്ട്, അതുകൊണ്ടാ. ശരി, താങ്ക് യു. ഓക്കെ, ശരി. അടുത്ത ആര് പറയൂ? ആരാണ്? ഗീത രാജു പറഞ്ഞോ. നമസ്തേ സാർ. നമസ്തേ. നമസ്തേ. ഞാൻ ഒരുപാട് നാളുകൊണ്ട്, അതായത് 2024 ലാസ്റ്റ് ഒക്കെ ആയപ്പോ തൊട്ട് സാറിന്റെ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങിയതാണ്. സാറ് ഒരു പ്രാവശ്യം ചെറുതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ സാറിനോട് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചായിരുന്നു. ഞാനത് പറഞ്ഞായിരുന്നു. ഞാൻ റെന്റിനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ചെറിയൊരു ബിസിനസ് ഉണ്ട്. പിന്നെ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ, എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ സാറേ അത് ലക്ഷങ്ങളും കോടികളും ഒന്നും അല്ല, അത് ചെറിയ എമൗണ്ടുകളായാലും ലക്ഷങ്ങളായാലും ശരി സാറേ, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സാറിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗുരുവായൂരപ്പന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ തൃശ്ശൂരായിരുന്നു, ഹസ്ബൻഡ് മരിച്ച് ഞാൻ ഈ കൊല്ലത്ത് എന്റെ നാട്ടിലോട്ട് വന്നതാണ്. ഞാൻ ഇപ്രാവശ്യം സാറിന്റെ കൊല്ലം പ്രോഗ്രാമിലുണ്ട്. അതെന്റെ ആശയായിരുന്നു. അന്നൊന്നും എനിക്ക് അവിടെ ഒന്നും നടക്കാൻ പറ്റില്ല, കാരണം എനിക്ക് 2 പെൺകുട്ടികളായ കാരണം. ഒരാൾ ഗൾഫിലായിരുന്നു, ഇങ്ങ് വന്നു, ശമ്പളക്കുറവൊക്കെ ആയ കാരണം പുള്ളി ഇങ്ങ് പോന്നു. ഇവിടെ വന്ന് ഡിഗ്രിക്ക് ആയിരുന്നു. അധികം പ്രായമില്ല, പുള്ളിക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അതിന് ഡിഗ്രി എടുക്കണമെന്ന് പറഞ്ഞ് ശരി എടുത്തു. അപ്പൊ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഒരു ചെറിയ ജോലിയിലും കൂടെ ഇപ്പൊ കയറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് തൃശ്ശൂര് താമസിച്ചപ്പോ ലെങ്തി ആയി പോകും സാറേ ഞാൻ പറഞ്ഞാലേ. അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹസ്ബൻഡ് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അവിടെ കുറച്ചൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് പ്രോപ്പർട്ടി തലേന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് ലോണും ഭയങ്കര പ്രശ്നം. ഈ മക്കളെ ഏൽക്കും, കാരണം മക്കൾക്ക് 21 വയസ്സ് കഴിഞ്ഞാൽ അത് ഏൽക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിസ്സാര എമൗണ്ടിന് അത് വിറ്റുപോയി. പക്ഷെ അത് വിറ്റ് പോയത് തന്നെ സാറേ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അഹങ്കാരമല്ല, എനിക്ക് ഇവിടെ ഒന്നുമില്ല പ്രോപ്പർട്ടി, പക്ഷെ അത് പിള്ളേർക്കൊരു ബർഡൻ ആവരുത്. നാളെ എന്റെ ഒരു കാലം കഴിഞ്ഞാൽ. നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ആണോ ഈ പറയുന്നത്? അതെ. സാർ ഒരുപാട് ക്ലാസ്സുകളിലെല്ലാം ഞാൻ സാറിന്റെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സാറിനെ ഞാൻ ഈ ഗുരുവായൂരപ്പനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ സാറിനെ സ്വപ്നം കണ്ടു. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് സാറിനെ എനിക്ക് നേരിട്ട് കാണണമെന്ന്. അന്നൊന്നും എനിക്ക് സാധിച്ചില്ല. പിന്നെ എന്റെ മൂത്ത മോൾക്കൊരു സുഖമില്ലാതുണ്ട്. അതിനും എല്ലാം നല്ല മാറ്റം വന്നു. പക്ഷെ എന്താണെന്നറിയില്ല സാറേ, 2025 ലാസ്റ്റ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ സാറിന്റെ ക്ലാസ്സുകളിൽ ചേരാനോ പങ്കെടുക്കാനോ. സാറിനോട് ഞാൻ അന്ന് സംസാരിച്ചിരുന്നു, എനിക്കൊരു 5 ലക്ഷത്തിന് നല്ലൊരു ലീസിന് തന്നെ ഞാനൊരു വീട് എടുത്തു. കാരണം എന്താന്ന് വെച്ചാൽ വാടക എടുക്കാൻ പറ്റാത്ത കാരണം. പിന്നെ എനിക്കൊരു ചെറിയൊരു ബിസിനസ് സ്ഥാപനം ഉണ്ട്, അതൊരു ചെറിയ പച്ചക്കറി കട, പിന്നെ ലോട്ടറി ഉണ്ട്. ഇപ്പൊ ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അത് തുടങ്ങി, ജ്യൂസ് ഒക്കെ ആയിട്ട്. പക്ഷെ അത് തുടങ്ങിയതിന് ശേഷം ഒരു മുകളിലോട്ടൊരു ഇതില്ല. നേരത്തെ നല്ല ഇതുണ്ടായിരുന്നു, നമുക്ക് ഓപ്പോസിറ്റ് ഒരു കട വന്നു, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വന്നു. ഗീതരാജു ക്ലാസ്സിലൊന്നും വരാതെ കുറേ കാലമായല്ലോ. അതെ സാറേ, ഞാൻ ഒത്തിരി നാളായി. കാരണം എനിക്ക് കടയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് താമസിച്ച് ലേറ്റ് ആവുന്നു. പിന്നെ വന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അതുകൊണ്ട് സാറിന്റെ ലൈവ് ക്ലാസ്സിനൊന്നും കയറാൻ പറ്റാതെ ഞാൻ സ്ഥിരം കയറിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ കുറെ പ്രോബ്ലം വന്നിട്ട് എന്താണെന്ന് അറിയില്ല, എന്നിലുള്ള നെഗറ്റീവ് ആണോ എന്തോന്ന് അറിയില്ല. പക്ഷെ സാറിനെ കണ്ടതിന് ശേഷം ഞാൻ ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇപ്പം ഒന്നും ആയിരുന്നല്ല, എങ്കിലും എന്റെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ട് സാറേ സാറിനെ കണ്ടതിന് ശേഷം. പ്രതീക്ഷകളുണ്ട്, മെച്ചമുണ്ട് സാറേ. പ്രതീക്ഷയുണ്ട് സാറേ. നേരത്തെ പ്രതീക്ഷയില്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് 10 വർഷമായി. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ കുട്ടികളെ
സാറേ എനിക്ക് ബിസിനസ് സാറെന്ന് പറഞ്ഞില്ലേ ബിസിനസ്സിന് ഒരു സ്റ്റോൺ എന്തോ ബിസിനസ് ഞാൻ സാറിന്റെ പ്രാണ സ്റ്റോണും പിള്ളേർക്ക് ബ്രേസ്ലെറ്റും കുട്ടികൾ അത് ഉപയോഗിക്കുന്നില്ല എന്നാലും ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ സാറിന്റെ സ്റ്റോണൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ബുക്കുകളെല്ലാം സാറിന്റെ വാങ്ങിച്ച് നല്ല രീതിയിൽ വന്നതാണ്. പക്ഷെ പിന്നെ എന്തോ ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. എനിക്ക് എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല. അതാണ് പക്ഷെ നേരത്തെ സാറിന്റെ പറഞ്ഞ ക്ലാസ് സാധനം. കൺസിസ്റ്റൻസി ഇല്ലാതെ ഞാൻ ഇവിടെ തന്നിട്ട് മിറാക്കിളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ അതെ അതെ ടെസ്റ്റ് അതെ പോയിന്റുകൾ അതൊന്നും മാത്രമാണ്. പക്ഷെ കൺസിസ്റ്റൻസി മാത്രമാണ് നമ്മളെ വിജയിപ്പിക്കുക, മറ്റൊന്നുമല്ല. അതറിയാം സാറേ. സാറിനോട് നേരിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മക്കളുടെ കാര്യങ്ങൾ പറയാൻ. കാരണം 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഇപ്പുറത്ത് താങ്ങാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എനിക്കുണ്ട്. എന്റെ ജീവിതത്തിൽ മിറക്കിൾ സംഭവിച്ചു. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് മിറക്കിൾ. ഞാൻ എന്റെ കയ്യിൽ എന്തുമാത്രം കാശ് വന്നുപോയി. ഞാൻ നിസ്സാരം എന്റെ ഹസ്ബൻഡ് മരിച്ച ആ മേശയ്ക്കകത്ത് എനിക്ക് കിട്ടിയത് വെറും 10ന്റെ ഒരു 100 നോട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് കയറിയ ഞാനാണ്. 10 വർഷമായി. പക്ഷെ ഈ വർഷങ്ങൾ പോകാൻ എളുപ്പമല്ലേ സാറേ? ഓക്കെ, ഇവരെ കുഴപ്പമില്ല. ഏതായാലും ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇവിടെ ക്ലാസ്സിൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലത്തെ കൊല്ലം പ്രോഗ്രാമിൽ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയാം. ഏതാണ് നിങ്ങൾക്ക് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതിന് ആ സ്റ്റോൺ എന്തോ ഉണ്ടെന്ന് സാർ പറഞ്ഞില്ലേ, അത് വേണമായിരുന്നു. ഞാൻ പ്രൊസീജിയർ പറയാം, വിളിച്ച് പറയാം. ഓപ്പോസിറ്റ് ഒരു കട തുടങ്ങിയ കാരണം നമുക്ക് ഒത്തിരി ബിസിനസ് ഡള്ളായി. അത് നമുക്ക് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ മക്കളെ വളർത്തണ്ടേ, അവരെ എവിടെയെങ്കിലും എത്തിക്കണ്ടേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് സാറ് ഞാൻ കൊല്ലം ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. അതെ എനിക്ക് പറ്റിയില്ല. എന്ത് കാര്യമാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സാറിനെ വിട്ടുപോയിട്ടില്ല. ഞാൻ യൂട്യൂബിലൊക്കെ സാറിനെ കാണാറുണ്ട് കടയിൽ ഇരിക്കുമ്പോഴേ. എന്നാലും സാറിനെ വിടാനും പറ്റില്ല. ജീവിതത്തിൽ ഞാൻ വിടില്ല. അതല്ല, എന്നാലും എനിക്കൊരു ലാഗ് വന്നു. ഞാൻ ഒത്തിരി സാറിന്റെ പെയ്ഡ് ക്ലാസ്സിനും അല്ലാത്ത ക്ലാസ്സിനും സ്ഥിരം സൂം ക്ലാസ്സിനെല്ലാം എനിക്ക് അത്ഭുതകരം. ഇപ്പൊ എന്റെ മാറ്റം കണ്ടിട്ട് എന്റെ അനിയത്തിമാർ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ കൊല്ലം കണ്ട ഇപ്പൊ ഇന്നലെ ഞാൻ സാറിനെ സ്വപ്നം കണ്ടത് എന്താണെന്നറിയോ? സാർ എന്റെ വീടിന് അടുത്താണ് വരുന്നത്. സാർ എന്റെ വീട്ടിലോട്ട് വരുമോ ചോദിക്കാം വരെ ഞാൻ സ്വപ്നത്തിലൂടെ, അല്ലാതെ നേരെയല്ല, അങ്ങനെ വരെ ഞാൻ കണ്ടു സ്വപ്നം. അപ്പൊ സാറിനെ സ്വപ്നം കണ്ടു കഴിയുമ്പോ എന്തെങ്കിലും ഒരു മാറ്റം എനിക്കുണ്ട്, അതെനിക്കറിയാം. അപ്പൊ ഞാൻ എന്തായാലും ഈ ലൈവ് ക്ലാസ്സിൽ ഞാൻ എത്തുന്നുണ്ട് സാറിന്റെ. ഞങ്ങൾക്ക് അടുത്താണ്. കേൾക്കുന്നുണ്ടോ സാർ? താങ്ക് യു സാർ. താങ്ക് യു. സജിത പറഞ്ഞു. സജിത. സാറേ, 15-ാം തീയതി എനിക്കൊരു ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഡ്യൂട്ടി സാറൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നോ? പെരുന്നാളിന് ഇപ്പോൾ ഒരു ഡ്യൂട്ടി കിട്ടുമെന്ന്. ഇല്ല, 15-ാം തീയതി പറഞ്ഞിരിക്കുന്നത്. ഒരു ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, 15-ാം തീയതിയോ? നമ്മൾ പറഞ്ഞ എത്രാം തീയതിയാ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞു? സാറ് പറഞ്ഞു പെരുന്നാളിന് ഇപ്പുറം കിട്ടുമെന്ന്. നോയമ്പിന് ഇപ്പുറം കിട്ടുമെന്നാ പറഞ്ഞത്. നോയമ്പിനുള്ളിൽ. അപ്പോ പെരുന്നാളിന് ഇപ്പുറം. ഇപ്പൊ 15-ാം തീയതി പോവാൻ പറഞ്ഞോ? പെരുന്നാള് 20 ചെല്ലാനായിട്ട് ഇങ്ങനെ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ ഒരു ഡയാലിസിസ് പേഷ്യന്റ്. സജിത, ഒന്നുകൂടി ക്ലിയർ ആക്കി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. ഒരുപാട് സന്തോഷം. സജിത ഇപ്പൊ ഉള്ളത് എവിടെയാണ്? ജോലിക്ക് പോയതാണ്? എന്താണ് ആ കാര്യം ഒന്ന് പറഞ്ഞോ? ഓക്കെ. ഞാനിപ്പം കുവൈറ്റിലാണ്. അപ്പൊ ഞാൻ സാറിനോട് ഇവിടെ വന്നതിന് ശേഷം സാറിനെ സൂം മീറ്റിംഗ് എനിക്കൊന്ന് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അപ്പൊ സാറിനോട് ഞാൻ മെയിൻ ആയിട്ട് ചോദിച്ചായിട്ട് ഡ്യൂട്ടി എനിക്ക് എന്നത്തേക്കൊന്ന് ശരിയാവും. അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഇവിടുത്തെ നോയമ്പിന്റെ സമയം പെരുന്നാൾ 20-ാം തീയതിയാ. അതിനിപ്പുറം നിനക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോ ഒരു ഡ്യൂട്ടി വന്നിട്ടുണ്ട്. 15-ാം തീയതിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് സാറിനോട് എനിക്ക് നന്ദി പറയാനുണ്ടായിരുന്നു. ഇപ്പം കയറിയതിനകത്ത് ഞാൻ പറയാം. സജിതൊക്കെ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയാം. ഒരുപാട് സജിത നമ്മുടെ ക്ലാസ്സിൽ ആദ്യം വരുന്ന സമയത്ത് സാമ്പത്തികമായിട്ടും നമ്മുടെ ഫാമിലി പരമായിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു. ഒരു മകളുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷയം വന്നതിന് ശേഷം സജിത തീരുമാനിച്ചു ഒരു നഴ്സിംഗ് ജോബിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം നമ്മളോട് ക്ലാസ്സിലൊക്കെ സംസാരിച്ച ശേഷം പിന്നെ ഭർത്താവിന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവര് മകളെ അമ്മയുടെ കൂടെയും അച്ഛന്റെ കൂടെയും ആക്കിയിട്ട് ഇപ്പോ കുവൈറ്റിൽ എത്തിയിരിക്കുന്നു. കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോലി കിട്ടൂല. കാർഡ് കിട്ടാനുള്ള കുറച്ച് സമയം എടുക്കും. അതിന്റെ ഒരു നടന്നുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് നമ്മളോട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പെൻഡുലം നോക്കിയിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നോക്കി.
ജോലി എപ്പോഴേക്ക് കയറാൻ പറ്റും, കാരണം വെറുതെ വീട്ടിലിരിക്കുകയാണ്, കാരണം കാർഡ് കിട്ടാൻ കുവൈറ്റിലൊക്കെ 2 മാസം 3 മാസം സമയം എടുക്കും, അത് കഴിഞ്ഞിട്ട് ജോബിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കി കണ്ട് പറഞ്ഞത് വെച്ചാൽ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ, നമുക്ക് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറാൻ പറ്റും, അതിനു മുമ്പേ കാർഡൊക്കെ ശരിയാവും, അതിനിട്ട് ജോലിക്ക് കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സൈദ പറയുന്നത്, ഞാൻ പറഞ്ഞത് പെരുന്നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ, പെരുന്നാൾക്ക് എന്തായാലും കിട്ടൂല, അല്ലെ ആ സമയത്ത് നടക്കൂല, 25-ാം തീയതിക്ക് മുമ്പേ എന്തായാലും ജോലി കയറാൻ പറ്റുമെന്നാണ് അന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ഇപ്പൊ സൈദ പറയുന്നു 15-ാം തീയതി മുതൽ കയറാൻ വേണ്ടി, ജോലിക്ക് കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് സൈദ പറഞ്ഞത്, അല്ലേ? ഇതല്ലേ പറഞ്ഞത് ഇപ്പോ? അതെ അതെ സാറേ, അതെ സൈദ പറഞ്ഞ ഒരു അതെ. സൗണ്ട് വളരെ കുറവാണ്, അതൊന്നും കേൾക്കുന്നില്ല. കേൾക്കൂല. ആ ഇതാണ് അതെ, ശബ്ദം ഭയങ്കര കേൾക്കുന്നില്ല. കുറവാണ് കേൾക്കുന്നത്. എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അത്രയും കൊണ്ട് ആ ഏതായാലും ഓൾ ദ ബെസ്റ്റ്. സൈദ പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് കയറുക. പക്ഷെ ജോലിക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, മറക്കരുത്, പ്രാക്ടീസ് നിർത്തരുത്. അവിടെ 24/7 ആണ് ഈ ജോലി പോകുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഇല്ല. ഉദ്ദേശിച്ച പോലെ നിങ്ങൾ എല്ലാവരും, ബാക്കിയുള്ളവരെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ഗൾഫിലൊക്കെ ജോലിക്ക് പോകാന്ന് വെച്ചാൽ നല്ല സുഖകരമായ ജോബ് എന്നല്ല, ഇപ്പൊ ആൾക്കാർ പോകുന്നില്ല. ശ്രദ്ധിക്കണം, 24 അവേഴ്സിന്റെ വർക്കിനാണ്, 24/7 വർക്കാണ് സൈദയൊക്കെ പോയി ചെയ്യേണ്ടത്. അപ്പൊ അത്രയും ടഫാണ്. അപ്പൊ അതുകൊണ്ട്, പക്ഷെ അതേ സമയത്ത് നമ്മള് എനിക്ക് 12 അവേഴ്സ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഏതാ 12 hours ആണോ? 12 അവേഴ്സ്, 12 ആ 12 hours. ഓക്കെ, സന്തോഷം. 10 12 to hours 10. ആയാലും സന്തോഷം. അപ്പോൾ അത് നന്നായിട്ട് കുഴപ്പമില്ലാത്ത ചെയ്യുക, സാലറി ഉണ്ട്. പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കരുത്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയം കണ്ടെത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒന്നുകൂടി. ബാക്കിയെല്ലാം സന്തോഷം. ഞാൻ ചെയ്തോളാം സാറേ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് ബാക്കിയെല്ലാം ഞാൻ ഓർമ്മയുണ്ടല്ലോ? ചെയ്തോളാം. ഫ്രെയിം എനിക്ക് ഫ്രെയിം ഇതായിട്ട് ഞാൻ വർക്കൊക്കെ ചെയ്യും. ഓർമ്മയുണ്ട്, സമ്പത്തിന്റെ കാര്യത്തിൽ ഓർമ്മയുണ്ട്. പഴയ പോലെ ലൈഫിലേക്ക് പോകരുത് കേട്ടോ. ഇല്ല ഇല്ല. ഓക്കെ, സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അടുത്താരാ? ശരി, ഓക്കെ ഓക്കെ. ശരി, സംസാരിച്ചു. നമസ്കാരം. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് 10 മാസമാകുന്നു. ഇപ്പൊ കൊല്ലത്ത് വരുന്ന മീറ്റ് 4ാമത്തെ മീറ്റിലാ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ മീറ്റ് പങ്കെടുക്കാൻ പോകുന്നു. എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. എനിക്ക് തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് എനിക്കുണ്ടായ മാറ്റം. എനിക്ക് സാറിനെ കാണാൻ പറ്റും. എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്റെ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചത്, അതെനിക്ക് മനസ്സിലാവും. സാറിന്റെ ആ ഒരു 1 to 1 എടുത്തപ്പോഴത്തേക്കിന് ഞാനും മോനും കൂടെ അന്ന് അറ്റൻഡ് ചെയ്ത്, ഞങ്ങൾക്ക് 2 പേർക്കും എന്തോ ഭയങ്കര മാറ്റം ഉണ്ടായി. പിന്നെ സാറിന്റെ മെഡിറ്റേഷൻ, ആ മെഡിറ്റേഷൻ, പലതരം മെഡിറ്റേഷൻ, ആ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞുണ്ടായ മാറ്റങ്ങൾ, അത് പിന്നെ ഞാൻ സാറിന്റെ ക്ലാസ്സുകളെല്ലാം പങ്കെടുക്കുന്നത്. ഇപ്പൊ ശാന്തിപദം, പ്രാണാഷ്ടവും, ഇതൊക്കെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് എന്നിലുണ്ടാക്കി. എനിക്ക് തന്നെ എന്നെ ഇപ്പൊ ഒന്ന് വിലയിരുത്തുമ്പോൾ 10 മാസത്തിന് മുമ്പുള്ള ഞാനും 10 മാസത്തിന് ഇപ്പൊ ഞാൻ നിലവിൽ എങ്ങനെയാണെന്ന്, ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളൊന്നും വരുന്നില്ലെന്നല്ല, പക്ഷെ ആ വിഷമങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ച് വളർത്താതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനെ അപ്പോഴേ കളഞ്ഞിട്ട് അതിനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല, എപ്പോഴും സന്തോഷം. അപ്പൊ ഈ സാറ് പറയുന്നതൊക്കെ അതുപോലെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അത് താനേ നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട്. എനിക്ക് ഹസ്ബൻഡിന് മോന് വരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ സാമ്പത്തികം നമുക്ക് പൈസ കൈ നിലനിൽക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. വരുമാനമുണ്ട്, പക്ഷെ ആ പിന്നെ ഓപ്പണും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന്, പ്രാണാശ്രമം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ആവശ്യത്തിനുള്ള പൈസ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിൽ. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ആദ്യം ഓർത്ത് അവനൊരു 3 ലക്ഷത്തിന്റെ വർക്ക് എടുക്കട്ടെ എന്ന്. ഞാൻ അന്ന് പിന്നെ നമ്മുടെ വിഷൻ ബോർഡ് എഴുതിയപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം എഴുതി വെച്ചത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ലക്ഷത്തിന്റെ എടുക്കട്ടെ എന്ന് ഞാൻ, പക്ഷെ അവൻ എടുത്ത 7.5 ലക്ഷത്തിന്റെ അവിടെ വരെ വന്നെത്തി. അതെടുത്ത് ഭംഗിയായിട്ട് അവന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാ. അത് ചെയ്യുന്നുണ്ടെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നത് നമ്മളെ അതിശയിപ്പിക്കുന്നു. ദൈവത്തിനും സാറിനും ഹാപ്പിനെസ് മാസ്റ്റർക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മനസ്സിലാകത്തില്ല. അതെനിക്ക് വിശദീകരിക്കാൻ ഇപ്പൊ ഇവിടെ സമയമില്ല. അതുപോലെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ ഓരോ അനുകൂല സാഹചര്യങ്ങളും വരുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മോനും ഭയങ്കര ഏറെ സന്തോഷം. ഒരു കുടുംബം മൊത്തത്തിൽ മാറിയതിൽ ഏറെ സന്തോഷം. ഒരു കുടുംബത്തിൽ മൊത്തം മാറ്റാണ്. അല്ല, ഇതിലൂടെ ഏറ്റവും വലിയ അതിശയം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു കുടുംബത്തിലെ മാറ്റം ഉണ്ടാവണം ആദ്യം അമ്മയിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി കുടുംബം ഓട്ടോമാറ്റിക് മാറിക്കൊള്ളും എന്നുള്ള ഏറ്റവും എനിക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് സലീം എന്ന് പറയുന്നത്. കാരണം എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കും, അവർ വീട്ടിൽ നിന്ന് എന്ത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാര്യയും സാക്രിഫൈസ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂ, കാരണം അല്ലെങ്കിൽ പുറത്തു പോകുന്നത്. അപ്പൊ അതുപോലെയാണ് സലീം എല്ലാ ദിവസവും 6 മണിക്കുള്ള ശാന്തിപഥം ഉണ്ടെങ്കിൽ മകൻ അവിടെ കൊണ്ടിരുത്തും, അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ അവിടെ എല്ലാം ഫ്രീ ആയി ശാന്തിപഥത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, 10-35 ആൾക്കാർ അതിലുണ്ട് എല്ലാ ക്ലാസ്സിലും. അത് മുതൽ 6 മണിക്ക് നമ്മൾ ശാന്തിപഥത്തിൽ തുടങ്ങിയാൽ 10 മണി 10:30 മണി വരെയുള്ള മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് സലി. ടീച്ചറാണ്, റിട്ടയർഡ് ആണ്. അപ്പൊ അതൊക്കെ അത്രയും സന്തോഷത്തോടെ നിങ്ങൾക്ക് അത്രയും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം. ഇവിടെ ഇരിക്കുന്ന ഈ 160 ആൾക്കാരും ഇതൊക്കെ അനുഭവിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ആയ ആൾക്കാർ മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ എല്ലാവരെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് പറയാൻ പറ്റില്ലെങ്കിൽ നാളെ യൂട്യൂബിനൊക്കെ താഴെ പോയിട്ട് കമന്റ് ആയിട്ട് പറഞ്ഞാലും മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചേക്കുക. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടായി എന്ന് അറിയുമ്പോൾ മാത്രം എനിക്കിപ്പോൾ ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം എൻ്റെ മുഖത്തില്ലേ, കാണുന്നില്ലേ, ഇത്രയും സന്തോഷം. അത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, കാരണം നമ്മൾ ചെയ്യുന്നതിൽ എന്തോ റിസൾട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും സന്തോഷം വരുന്ന കാര്യം. അപ്പോൾ കൊല്ലം പ്രോഗ്രാം ഇപ്പോൾ പറഞ്ഞു, നമ്മള് എല്ലാവരോടും അറിയാൻ വീണ്ടും കേൾക്കാത്തവരോട് പറയാണ്, കൊല്ലത്ത് ഞാൻ ഈ മാസം 22-ാം തീയതി വരുന്നത്. അപ്പോൾ 21-ാം തീയതി എടുത്ത് 22-ാം തീയതി നമ്മൾ പ്രോഗ്രാം ഉള്ളത്. കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട്. ആൾക്കാർക്ക് ഇനി ബുക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളൂ. കാരണം ഞാൻ ഹോട്ടൽ ഫിക്സ് ചെയ്തപ്പോൾ ഹോട്ടൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ളവർക്ക് ഇനിയും ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. 1-2 ദിവസം മുന്നേ കുറച്ച് അതിൻ്റെ പ്രോഗ്രാമിനെ പറ്റി ബാക്കി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ 2 ദിവസം ഓൾറെഡി അതിന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനി ഹീലിംഗ് ആണ് നമ്മളവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഹീലിംഗിലൂടെയാണ് വലിയ മാറ്റങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിട്ട്. പക്ഷേ ഹീലിംഗ് എല്ലാം മാറ്റമുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഓർക്കുക, റിക്വസ്റ്റ് ആണ്. ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യണേ മറ്റുള്ളവരെ. ഒരു റിക്വസ്റ്റ് ആണ്, ഇവിടെ മിറാക്കിളുകൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും മറ്റേ ചെയ്യുമ്പോഴൊക്കെ പല മിറാക്കിളുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ടെസ്റ്റ് ഡോസുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തെ മാറ്റപ്പെടുത്തുന്നത് നമ്മുടെ റീപ്രോഗ്രാമിങ്ങിലൂടെ മാത്രമാണ്. മനസ്സിനെ മാറ്റപ്പെടുത്തും. നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിനെ മാറ്റപ്പെടുത്തുമ്പോൾ മാത്രമാണ്, ബീന മനസ്സിൽ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക, മനസ്സിനെ മാറ്റപ്പെടുത്തുമ്പോൾ മാത്രമാണ് ശാശ്വതമായ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ലോട്ടറി അടിക്കാം, ഇവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ടെക്നിക്കോ, നിങ്ങൾ ലോട്ടറി എടുത്താൽ ലോട്ടറിയൊക്കെ അടിക്കാനുള്ള പരിപാടി വെക്കും. പക്ഷെ ലോട്ടറി അടിച്ചത് കൊണ്ട് മാത്രം ആരും പൈസക്കാരായിട്ടില്ല. സമ്പന്നനാവണമെങ്കിൽ ലോട്ടറി അടിച്ചാൽ ആവില്ല. ആ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവർ മാത്രമേ സമ്പന്നനാവാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അത് പഠനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ആ പഠനം എന്ന് വെച്ചാൽ ബ്രെയിൻ്റെ ഈ പ്രോഗ്രാമിലൂടെ പറ്റണം. അതുകൊണ്ടാണ് ഇത്രയും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മാറ്റം. ഇപ്പൊ സെലി പറഞ്ഞില്ലേ, എനിക്ക് എങ്ങനെയാണ് മാറ്റം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അറിയാം, കാരണം എൻ്റെ മനസ്സൊരു വിസ്മയം. പുസ്തകം ഇല്ലാതെ സെലി ഒരു സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുകിടക്കും, ഒരു പേജ് വായിക്കും. ഫ്രീ കിട്ടുന്ന ഒരു പേജ് വായിക്കും. എവിടെ പോയി ഫ്രീ 5 മിനിറ്റ് ഫ്രീ കിട്ടുന്നോ അവിടെ പുസ്തകം എടുക്കും. വണ്ടിയിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ, കല്യാണ വീട്ടിൽ പോയി, എത്രയോ ആൾക്കാരുണ്ട് കല്യാണ വീട്ടിൽ പോയിട്ട്, കല്യാണം നടക്കുമ്പോൾ നമ്മുടെ ക്ലാസ് വൈകുന്നേരം കല്യാണ പരിപാടി അവിടെ നടക്കുമ്പോൾ വൈകിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ നേരെ വണ്ടിയിൽ ഇരുന്നിട്ട് ക്ലാസ് മുഴുവൻ കേട്ടിട്ട് പിന്നെയാണ് കല്യാണ ഫംഗ്ഷനിൽ പോകുന്നത്. മീൻസ് എവിടെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആ കല്യാണം ഇവിടെ ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്ലാസ്സിനാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് മാറ്റം ഉണ്ടാവുന്നത്. ഇത് മാത്രമാണ് ഇതിന്റെ സത്യം. അപ്പം മിറാക്കിളുകൾ സംഭവിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇന്നലത്തെ മെഡിറ്റേഷൻ, ലാസ്റ്റിലെ മെഡിറ്റേഷൻ ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞതിൽ ഇന്നലത്തെ മെഡിറ്റേഷനിൽ ആതിര ടീച്ചർ പറഞ്ഞാണ്, രാവിലെ അവർ പ്രത്യേകിച്ച് എനിക്ക് പൈസ വേണം, നാളെ രാവിലെ എനിക്ക് കാശ് വേണമെന്ന്
ശ്രദ്ധാപൂർവം എവിടെയാണോ നിൽക്കുന്നത് പോലെ ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ പല ആൾക്കാരും നമ്മൾ കോയിൻസ് വെച്ചത്, ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ മുഖത്ത് എൻ്റെ നെറ്റിയിൽ വെച്ച കോയിൻ രാവിലേക്കാണ് ബെഡിൽ വീണ് കണ്ടത്. അതുവരെ ഞാൻ പോയി ഭക്ഷണം കഴിച്ച് ബാത്റൂം പോയി മുഖം കഴുകി ഒന്നും വീണിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഈ സന്തോഷത്തിന്റെ കാര്യവും ഇന്നലെ ഞാൻ വിചാരിച്ചാൽ ഇന്ന് ഇത്രയും ആൾക്കാരുടെ സന്തോഷമുള്ള ക്ലാസ് എടുക്കണം, കുറേ ദിവസമായി ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത്. ഇതെല്ലാം ഇന്നലത്തെ മെഡിറ്റേഷൻ ഉണ്ടാ. അപ്പൊ അതുപോലെ ഒരുപാട് ആൾക്കാർ കോയിൻസ് വീണിട്ടില്ല. നിങ്ങളൊന്ന് വെച്ച് നോക്കി, ഇന്ന് എടുത്തിട്ട് നിങ്ങൾ കോയിൻ എടുത്ത് വെറുതെ വെച്ചോളൂ, എത്ര മിനിറ്റ് ആ കോയിൻ അവിടെ നിൽക്കുന്നു, നെറ്റിയിൽ നിൽക്കുന്നു എന്ന് കാണിച്ചതും ഓക്കെ സ്വന്തം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കോയിൻ മെഡിറ്റേഷൻ പോലെ ഇതുപോലെ മെഡിറ്റേഷൻ ഒരുപാട് നമ്മൾ 20-20 മെഡിറ്റേഷൻ, 1-to-1 മെഡിറ്റേഷൻ, ഇതുപോലെ മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാവുക, ബോധപൂർവ്വം മാറ്റം വരുത്തുക, മെമ്പർഷിപ്പ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അതിന് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, രാവിലെ നമ്മുടെ യോഗ മെഡിറ്റേഷൻസും ജോയിൻ ചെയ്യുക, മാറ്റത്തിന് വേണ്ടി തയ്യാറാകുക, ലൈവ് സെഷൻസിലേക്ക് വരുന്ന പങ്കെടുക്കുക. ലൈവ് സെഷനിലുള്ള എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഈ ലൈവ് സെഷനിൽ പങ്കെടുത്ത 70%, ഞാൻ കണക്കെടുത്തിട്ട് പറയാം, 70% ആൾക്കാരും മിറാക്കിൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മറ്റ് ഒരു 5% ആൾക്കാരുണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ലൈവ് സെഷനിൽ വന്നിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര സമയത്തിനൊന്നും നിങ്ങൾ ഇങ്ങനെ കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കുമെന്ന് വഴക്കുമ്പോൾ, ഞാൻ പ്രവചനത്തിനൊന്നും ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ അത് അനുഭവിച്ചിട്ടുമുണ്ട്, അവർക്കൊക്കെ ലഭിച്ചിട്ടുമുണ്ട് ആ സംഭവം. ചിലവര് പറ്റാതെ വിട്ടുപോയവരുണ്ട്, അവരോടും പറഞ്ഞു നിങ്ങൾ നിൽക്കില്ല, വിട്ടു പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ സർവേശ്വരൻ എപ്പോഴോ നമുക്ക് അനുഗ്രഹിച്ചു തന്നത്. നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് എനിക്കറിയില്ല, ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് എന്ത് പറയും, ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് പറയുന്നത്, പക്ഷെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങൾ തീരുമാനങ്ങളാണ്, വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആണ്. ഞാൻ വരുന്ന ഒരു സമയത്ത് 2-3 മാസത്തിനിടക്കാണ് ഒരു പ്രാവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ പണം നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, എനിക്കാകെ പറയേണ്ടത് നിങ്ങൾക്ക് ഈ റിസൾട്ട് പറയാനുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ. നിങ്ങളെ 4 പേര് കൂടുമ്പോൾ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പെങ്ങൾക്ക്, എൻ്റെ ചേച്ചിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇന്ന് ആ മാറ്റം, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ഇന്ന് മാറ്റം ഉണ്ടായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ ഈ ചെയ്തതിന്റെ ഗുണം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമാണ് എനിക്ക് സർവേശ്വരനോടുള്ള കടപ്പാട്. അല്ല നിങ്ങൾ എത്ര ലക്ഷം തരുന്നില്ലയോ അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്, അതൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല. നമ്മളിപ്പോ 10 മാസത്തെ 6 മാസത്തെ കോഴ്സ് ഇപ്പൊ നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പായിട്ട് 10,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസത്തെ ക്ലാസ് ആരും കൊടുക്കില്ല. 5-ഓളം കോച്ചുകളുടെ ക്ലാസ്സുകളിൽ ഈ മാസം കൊടുത്ത് 10,000 രൂപ, അടുത്ത മാസം എന്തായാലും കൂടും. 63,000 രൂപയാണ് അതിന് വിലയുള്ളത്. ഈ മാസം 10,000 രൂപയെ മേടിച്ചിട്ടു. 6 മാസം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മറ്റൊരു 7,999 രൂപ. നമ്മൾ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞാൽ 3 മെമ്പർഷിപ്പാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഒന്ന് 10,000 രൂപയുടെ മെമ്പർഷിപ്പ്, 9,000 ഈ മാർച്ചിൽ കൊടുത്ത് 10,000 രൂപ, 63,600 സംതിങ് ആണ് അതിന്റെ വില. അത് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം വ്യത്യാസം വരും, സ്വാഭാവികമായിട്ട് കൂടും. ഈ മാസം കുറേ പേര് ജോയിൻ ചെയ്തു, ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു ഈ മാസം. അതുപോലെ തന്നെ നമ്മുടെ 6 മാസത്തെ മറ്റൊരു കോഴ്സ് 7,999, അത്യാവശ്യം അതും നന്നായിട്ട് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു. പിന്നെ ഏറ്റവും കുറഞ്ഞ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ എത്രയും കോഴ്സുകൾ ഇല്ലാതെ അത്രയും പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് 4,444 രൂപ വാങ്ങിച്ചിട്ടുള്ള കോഴ്സുകളുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്. കാരണം ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്കൊരു ചാരിറ്റി വലിയ ട്രസ്റ്റ് ഉണ്ട്, അതിന് ഒരുപാട് നമുക്ക് പ്രവർത്തനമുണ്ട്. ഈ വർഷം തന്നെ നമ്മൾ വീട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ഓഫീസുകളുണ്ട്, GST ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിതൊരു പാഷനായിട്ടാണ്. അതുപോലെ തന്നെ എന്നെ ഉയർത്താനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ ഉയരുന്നു. അപ്പൊ അടുത്ത് നമ്മൾ 2 പുസ്തകങ്ങൾ അടുത്ത കൊല്ലം പ്രോഗ്രാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 വർഷം കൊണ്ട് 8 പുസ്തകങ്ങളായി. അപ്പൊ അതൊക്കെ ചെറിയ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. 2.5 വർഷം കൊണ്ട് 8 പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്യണമെന്ന് തന്നെ അതിന് ധൈര്യം വേണം. അത് വാങ്ങിക്കാൻ നിങ്ങൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ വേണം. ഇപ്പൊ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചാലേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻസുകൾ, അതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റുകളൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാനായിട്ട് പറയുന്നില്ല. എല്ലാം നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സന്തോഷപൂർവ്വം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കാരണം നമുക്ക് മറ്റൊരു ക്ലാസ് കൂടി ഇപ്പോൾ എടുക്കാനുണ്ട്. എല്ലാവരും അങ്ങോട്ട് കയറി വരിക. ബാക്കിയുള്ളവരെല്ലാം കൊല്ലം പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ട് ഉടനെ ബുക്ക് ചെയ്തോളുക. അഡ്മിനെ വിളിച്ച് സംസാരിക്കാൻ മാത്രം ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബാക്കി അടുത്ത ദിവസം സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു വെരി മച്ച്.